കല്ല് പെൻസിൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഖിൽ. നമ്മളിന്ന് പുൽബനീതി മാം കവിതയുടെ അടുത്ത ഭാഗത്തിലേക്ക് പോവുകയാണ്. നമ്മൾ പറഞ്ഞു നിർത്തിയ കാര്യങ്ങളൊക്കെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനിയും ശേഷം ഭാഗത്തിലേക്ക് പോകാം. ശേഷം അടുത്ത പാരഗ്രാഫ് തുടങ്ങുന്നത് എങ്ങനെയാണ്? മാം കെ ബാർ ബാർ കഹനെ കോ ഹം മാൻകർ ചലത്തെ രഹേ उसके बूटे होने की आदत और अपने हर आवाज़ में धीरे धीरे टूटती रही माँ. അടുത്ത പാരഗ്രാഫാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് മക്കളുടെ ജീവിതത്തിൽ അമ്മ എല്ലാമായിരുന്നു. മക്കളുടെ ജീവിതത്തിൻ്റെ മുന്നോട്ട് പോകുന്ന ഓരോ ഭാഗങ്ങളിലും അമ്മയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു നിർത്തി. അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മയായിരുന്നു ആ വീടിൻ്റെ എല്ലാം എന്നും നമ്മൾ പറഞ്ഞു. ശേഷം പറയുക വരികയാണ്. അപ്പം കാലക്രമേണ സംഭവിക്കുന്ന കാര്യം പറയുന്നു. മാം കെ ബാർ ബാർ കഹനേക്കോ ഹം മാൻകർ ചലത്തെ രഹേ. അമ്മ ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാൻ തുടങ്ങി. ബാർ ബാർ കഹന, വീണ്ടും വീണ്ടും പറയുക. അമ്മ ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് എന്ത് ചെയ്യാൻ തുടങ്ങി? പറയാൻ തുടങ്ങി. ഉസ്കെ ബൂട്ടെ ഹോനെ കി ആദത്ത് ഓർ അപ്നി ഹർ ആവാസ് മേം ധീരെ ധീരെ ടൂട്ടി രഹി മാം. അപ്പൊ അങ്ങനെ ഒരു കാര്യം തന്നെ വീണ്ടും 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 ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞപ്പോഴ് ഉസ്കെ ബൂട്ടെ ഹോനെ കി ആദത്ത്, അത് വയസ്സായതിന്റെ ശീലമാണ്. ഇങ്ങനെ ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് വയസ്സായതിന്റെ ലക്ഷണമാണ് എന്ന് മക്കൾ മനസ്സിലാക്കി. ഓർ അപ്പനെ ഹർ ആവാസ് മേ, അമ്മയുടെ ഓരോ ശബ്ദത്തിലും അതുപോലെ തന്നെ രൂപത്തിലായാലും ഭാവത്തിലായാലും എല്ലാം തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി? ധീരെ ധീരെ ടൂട്ടി രഹി മാം. പതുക്കെ പതുക്കെ അമ്മ ദുർബലയാകാൻ തുടങ്ങി. പതുക്കെ പതുക്കെ അമ്മയുടെ ആ ഒരു ചുചുറുപ്പും അതുപോലുള്ള ശബ്ദ ഗാംഭീര്യവും അതെല്ലാം പോയി. വയസ്സായപ്പോഴത്തേന് അമ്മ ശാരീരികമായിട്ട് വളരെ ദുർബലയായിട്ട്. അടുത്ത പാരഗ്രാഫിന്റെ ബാക്കി ഇങ്ങനെ പറയുന്നു. ഹാത്തോം ഹാത്ത് രഹിത്തി മാം ഏക് ദിൻ ഹമാരെ കന്തോ മേം ആ ഗയി धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में माम का फारी होना. പറഞ്ഞ വരി ഇങ്ങനെ. ഹാത്തോം ഹാത്ത് രഹിത്തി മാം, ഞങ്ങളെ കൈകളിൽ വളർത്തിയ അമ്മ, കൈകളിൽ കൊണ്ടു നടന്ന് വളർത്തിയ അമ്മ. ഏക് ദിൻ ഹമാരെ കന്തോമേം ആ ഗയി, ഒരു ദിവസം ഞങ്ങളുടെ ചുമലിലായി. കന്തോമേം ആ ഗയി, കന്ത വാക്കിനടുത്ത ചുമലിൽ തോള്. അപ്പോൾ ഒരു ദിവസം അമ്മ ഞങ്ങളുടെ തോളിലായി എന്ന് പറഞ്ഞാൽ അമ്മ എടുത്ത് തോളെ വെച്ചു എന്നല്ല. എന്താ ഇവിടെ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇവിടെ അമ്മയെ നോക്കേണ്ട ഉത്തരവാദിത്വം ആർക്ക് വന്നു? മക്കൾക്കുണ്ട്. ഇത്രയും നാളും മക്കളെ വളർത്തിയത് അമ്മയാണ്. കാലക്രമേണ അമ്മ വയസ്സായപ്പോൾ സംഭവിച്ച കാര്യമെന്ന് പറഞ്ഞാൽ അമ്മയെ നോക്കേണ്ട ഉത്തരവാദിത്വം ആർക്ക് വന്നു? മക്കളിലേക്ക്. അവ പറയുന്നു എന്താണ്? ഏക് ദിൻ ഹമാരെ കന്തോമേമാകെ, അപ്പോൾ അമ്മയെ നോക്കേണ്ട ഉത്തരവാദിത്വം ഒരു ദിവസം ഞങ്ങളുടെ ചുമലിലായി. ധീരെ ധീരെ മഹസൂസ് കർണേലകെ, എന്താ പറഞ്ഞത്? ധീരെ ധീരെ മഹസൂസ് കർണേലകെ, മെതുക്കെ പതുക്കെ ഞങ്ങൾക്ക് തോന്നാൻ തുടങ്ങി. മഹസൂസ് കർണ, തോന്നുക, ഞങ്ങൾക്ക് തോന്നി. ഹം അപ്പനെ വൃഷഭ് കന്തോമേ മാം കാ ഫാരി ഹോന, ഞങ്ങളുടെ വൃഷഭ് കന്ത എന്ന് പറഞ്ഞാൽ ബലിഷ്ഠമായ തോളുകൾ, ആരോഗ്യമുള്ള തോളുകൾ അല്ലേ? മക്കൾ നല്ല ആരോഗ്യവാന്മാരാണ്. അവർക്ക് അമ്മയെ പോറ്റാനുള്ള ആ ഒരു സാമ്പത്തിക ശേഷിയായാലും ആരോഗ്യമായാലും ഇന്നുണ്ട്. ആ മക്കളുടെ ആ ഒരു ബലിഷ്ഠമായ തോളുകൾക്ക് മാം ഫാരിയോന, അമ്മ എന്തായിട്ട് മാറുന്നു? ഒരു ഫാരിയായിട്ട്, ഭാരമായിട്ട് മാറി. അപ്പോൾ അത്രയും നാളും നോക്കി വളർത്തിയ അമ്മ മക്കൾക്ക് ഒരു ഭാരമായിട്ട് മാറി അല്ലേ? മക്കൾക്ക് അമ്മയെ നോക്കാൻ വയ്യ. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ബാക്കി അടുത്ത പാരഗ്രാഫ് ഇങ്ങനെ പറയുന്നു. ജബ് തക് ജീവിത് രഹി മാം ഹം ബദൽത്തെ രഹേ ഹമാരെ കന്ദേ മാം ആഖിർ മാം ഹി തോ ഹേ ബാർ ബാർ ഹമേം कंधे बदलते देख हमारे कंधों से उधर गई माम और माम के कंधों से उधरते ही उधर गए हमारे कंधे. അടുത്ത വരി പറഞ്ഞിങ്ങനെയാണ്. ജബ് തക് ജീവിത് രഹി മാം, എന്നുവരെയാണോ അമ്മ ജീവിച്ചിരുന്നത്. ഹം ബദൽത്തെ രഹേ ഹമാരെ കന്തേ, ഞങ്ങളുടെ തോളുകൾ മാറ്റിക്കൊണ്ടേയിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഭാരമെടുത്തൊരു ചുവലിൽ വെക്കാണ് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഭാരം ഒരു ചുമലിൽ വന്ന് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലും എന്ത് ചെയ്യും? നമ്മൾ എടുത്തിട്ട് അടുത്ത ചുമലിലേക്ക് മാറ്റി. അപ്പം ഇതേപോലെ തന്നെ മക്കൾക്ക് അമ്മ ഒരു ഭാരമായിട്ട് വരികയും ഒരു മകന് നോക്കാൻ വയ്യാതെ വരുമ്പോൾ അടുത്ത ആളുടെ അടുത്തേക്ക് കൊണ്ടു കൊടുക്കുകയും അയാൾക്ക് നോക്കാതെ വരുമ്പോൾ വേറൊരാളുടെ കൊണ്ടു കൊടുത്ത് അങ്ങനെ അമ്മയെ എന്ത് ചെയ്യാൻ തുടങ്ങി? മാറ്റിക്കൊണ്ടേയിരുന്നു. അതേപോലെ തന്നെ മക്കൾ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? മാറ്റിക്കൊണ്ടേയിരുന്നു. അതാ ബദൽത്തെ രഹേ ഹമാരെ കന്തേ, ഉത്തരവാദിത്തങ്ങൾ മക്കൾ മറന്നുപോയി. അവർ ഉത്തരവാദിത്തങ്ങൾ മാറ്റി. അമ്മയെ നോക്കേണ്ട ഉത്തരവാദിത്തം മക്കളുടെ ആ ഉത്തരവാദിത്തം എന്ത് ചെയ്തു? ആ മക്കള് മറന്നു. അങ്ങനെ മാം ആക്കിർ മാം ഹി തോ ഹേ, അങ്ങനെ അമ്മ അവസാനം അമ്മ തന്നെയാണ്. അമ്മ എപ്പോഴും അമ്മ തന്നെയാണ്. പറഞ്ഞതിന്റെ അർത്ഥം നോക്കുക. ബാർ ബാർ കന്തോം എന്താണ്? ബാർ ബാർ ഹമേ കന്തേ ബദൽത്തെ ദേഖ്,
പതുക്കെ അല്ലെങ്കിൽ വീണ്ടും ഞങ്ങളുടെ തോളുകൾ മാറ്റുന്നത് കണ്ട്, ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ മാറ്റുന്നത് കണ്ടിട്ട് ഹമാരെ കന്തോം സേ ഉദർ ഗയി മാം, അമ്മ ഞങ്ങളുടെ തോളിൽ നിന്നും ഇറങ്ങി. ഉദർ ഗയി മാം, ഹമാരെ കന്തോം സേ ഉദർ ഗയി മാം, ഞങ്ങളുടെ തോളിൽ നിന്ന് എന്ത് ചെയ്തു? അമ്മ ഇറങ്ങി. അപ്പോൾ മക്കൾക്ക് അമ്മയൊരു ബാധ്യതയായപ്പോൾ, മക്കൾക്ക് അമ്മയൊരു ബാധ്യതയാണ് എന്ന് അമ്മയ്ക്ക് മനസ്സിലാക്കിയപ്പോൾ അമ്മ അവരുടെ ജീവിതത്തിൽ നിന്ന് എന്ത് ചെയ്തു? ഇറങ്ങി. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞു നോക്കിയേ? ഹമാരെ കന്തോം സേ ഉദർ ഗയി മാം, ഞങ്ങളുടെ തോളിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോയി. ഇവിടെ കന്തോം സേ ഉദർ ഗയ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം മർഗയ, മരിച്ചു പോവുക. അമ്മ എന്ത് ചെയ്തു? ആ ജീവിതത്തിൽ നിന്ന്, ഈ ലോകത്തിൽ നിന്ന് ഇല്ലാതെ. അങ്ങനെ ബാക്കി വരി ഇങ്ങനെ പറയുന്നു, ഓർ മാം കെ കന്തോം സേ ഉദർത്തെ ഹി, അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോയ ശേഷം, ഞങ്ങളുടെ തോളിൽ നിന്നും പോയ ശേഷം, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോയ ശേഷം ഉദർ ഗേ ഹമാരെ കന്തേ, ഞങ്ങളുടെ തോളും അതിനോടൊപ്പം പോയി. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയും നാളും ആശ്രയം ഉണ്ടായിരുന്നു. അമ്മ എല്ലാത്തിനും ആശ്രയമായിരുന്നു. ആ ആശ്രയം കൂടി ആരുടെ കൂടെ പോയി? അമ്മയുടെ കൂടെ വെച്ച് ബേസഹായം, ആരുമില്ലാത്തവർ, ആശ്രയമില്ലാത്തവരായിട്ട്. ഇതാണ് കവിത. ഈ കവിത നിങ്ങൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക.